ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റ് 3-ന് അതായത് തിങ്കളാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പാണിത്. ഇത്തരത്തിൽ മറ്റ് ജില്ലകളിലും ഇത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ തന്നെ നിങ്ങളെ തേടിയെത്തും. ഔദ്യോഗികമായി വരുന്ന അറിയിപ്പുകൾ മാത്രം സ്വീകരിക്കുക, പരിഗണിക്കുക. അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമുണ്ട്, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴും അവിടെ അങ്കണവാടിയെക്കുറിച്ച് യാതൊന്നും പരാമർശിക്കാത്തത് കൊണ്ട് തന്നെ അങ്കണവാടി തുറന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പകരം വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് മാത്രമാണ് അന്ന് അവധി ബാധകമായി വരികയുള്ളൂ. ആയതുകൊണ്ട് തന്നെ അമ്മമാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇത്തരത്തിൽ പ്രീ സ്കൂൾ കുട്ടികളെ തിങ്കളാഴ്ച 3-ാം തീയതി അങ്കണവാടിയിൽ ഹാജരാക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവരിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കും. അതായത് പ്രീ സ്കൂൾ പ്രവർത്തനം നമുക്ക് 3-ാം തീയതി നടക്കുന്നില്ല, മറ്റ് അങ്കണവാടി സേവനങ്ങൾ അങ്കണവാടി തുറന്നുകൊണ്ട് തന്നെ നടത്തണമെന്നുള്ള നിർദ്ദേശമായിരിക്കും നമുക്ക് കിട്ടുക. ഈ സാഹചര്യത്തിൽ ഒരുപാട് എൻട്രികൾ നമുക്ക് പോർഷൻ ട്രാക്കറിനകത്ത് വരുത്തേണ്ടതുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് പോർഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവരേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് പോർഷൻ ട്രാക്കറിലേക്ക് അന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് ഈ സെഷനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. പാലക്കാട് ജില്ലയിലെ കാര്യമാണെന്ന് പറഞ്ഞ് മറ്റ് ജില്ലകളിലും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകേണ്ടത്. സാധാരണ അങ്കണവാടിയിലേക്ക് പ്രീ സ്കൂൾ സേവനത്തിനായി നിത്യവും വരുന്ന കുട്ടികളെ നമ്മൾ ആദ്യം ഡെയിലി ട്രാക്കിംഗ് എന്ന പേജ് ഓപ്പൺ ചെയ്ത് ഹാജർ നില മാർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടികൾക്കൊക്കെ തന്നെ മോർണിംഗ് സ്നാക്സും HSM കൃത്യമായി മാർക്ക് ചെയ്ത് പ്രീ സ്കൂൾ ആക്ടിവിറ്റികൾ രണ്ടും രേഖപ്പെടുത്തി ECC സംവിധാനത്തിൻ്റെ ഭാഗമാക്കുന്നത് കൊണ്ട് തന്നെ ECC വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ ആ ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഇതൊരു നോർമൽ ദിവസമാണ്, സാധാരണ അങ്കണവാടിയിൽ കുട്ടികൾ വരുന്ന സമയത്താണ്. എന്നാൽ അങ്കണവാടി തുറക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അങ്കണവാടിയിൽ പ്രീ സ്കൂൾ കുട്ടികളെ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള സാഹചര്യത്തിലേക്ക് ഉത്തരവുകൾ വരുന്ന സമയം നിങ്ങൾ പോർഷൻ ട്രാക്കറിനകത്ത് ഡെയിലി ട്രാക്കിംഗ് പേജ് ആദ്യം തുറക്കുന്നത് അങ്കണവാടി തുറക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അങ്കണവാടി തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ഡെയിലി ട്രാക്കിംഗ് പേജിനകത്ത് യാതൊരു എൻട്രിയും വരുത്തേണ്ടതായിട്ടില്ല. അതായത് ഹാജർ നിലയിൽ കുട്ടികൾ വന്നാൽ മാത്രമേ നമുക്ക് രേഖപ്പെടുത്തേണ്ടതുള്ളൂ. കുട്ടികൾ വരാത്ത സമയത്ത് ഒരിക്കലും തന്നെ ഹാജർ നില രേഖപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹാജർ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. അതേപോലെ HSM മോർണിംഗ് സ്നാക്സും നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയില്ല. അഥവാ മോർണിംഗ് സ്നാക്സ് വീടുകളിലേക്ക് എത്തിക്കണം, HSM വീടുകളിലേക്ക് എത്തിക്കണം എന്നുള്ള നിർദ്ദേശം ഉത്തരവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആരുടെയൊക്കെ വീടുകളിലാണോ നമ്മൾ HSM മോർണിംഗ് സ്നാക്സ് എത്തിക്കുന്നത് അവർക്ക് നമുക്ക് ഇത്തരത്തിൽ മാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ECC സംവിധാനം നമുക്ക് അവിടെ നടക്കുന്നില്ല. അതായത് പ്രീ സ്കൂൾ സേവനം, അതായത് ECCയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസങ്ങളിലും കുട്ടികൾക്ക് നമ്മൾ പഠന രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ കുട്ടികൾ പ്രവേശിക്കാത്ത ദിവസം, അംഗൻവാടിയിൽ വരാത്ത ദിവസം ECC എന്ന് പറയുന്ന ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതൊരിക്കലും തന്നെ അന്നേ ദിവസം മാർക്ക് ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പോർഷൻ ട്രാക്കറിനകത്തേക്ക് ഒഴിവ് ദിവസങ്ങളിൽ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ഒരു ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും അവരുടെ വാക്സിനേഷൻ, വളർച്ചാ നിരീക്ഷണം, അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരെ ഗ്രോത്ത് മോണിറ്ററിങ്, ഗ്രഹസന്ദർശനം നടത്താൻ സാധിക്കും. ഹോം വിസിറ്റുകൾ ഡ്യൂ ആയ സമയത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ആധാർ എൻട്രികൾ പൂർത്തിയാക്കാം, ആധാർ വെരിഫിക്കേഷൻ നടത്താം, EKYC, FRC തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് അന്നേ ദിവസം സാധാരണഗതി പോലെ തന്നെ നിങ്ങൾക്ക് പോർഷൻ ട്രാക്കറിലേക്ക് വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കുക. പ്രീ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പല ടീച്ചേഴ്സും സംശയമുള്ളത്. പ്രീ സ്കൂൾ കുട്ടികൾക്കാണ് അവധി പ്രഖ്യാപിച്ചതെങ്കിൽ ഒരിക്കലും തന്നെ ഹാജർ നിലയോ മോർണിംഗ് സ്നാക്സോ HSM ഒന്നും തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൂടി കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. താങ്ക് യു.